എൻ്റെ പേര് സെറിൻ ഷാജി. ഞാൻ അങ്കമാലി തുറവൂർ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവകാംഗമാണ്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു മകനെ തന്നതിൻ്റെ സാക്ഷ്യം പറയാനാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞത്, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. എനിക്ക് PCODയും ഹോർമോണൽ ഇംബാലൻസും ഉണ്ടായിരുന്നു. പക്ഷേ വേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ 2022 മാർച്ച് 20-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ 3 മാസക്കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ഓഗസ്റ്റ് 2022 തന്നെ ഓഗസ്റ്റിൽ ഉടമ്പടി പുതുക്കി. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 10 ദിവസം കൂടി കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പോസിറ്റീവാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒത്തിരി സന്തോഷമായി. ഉടമ്പടിയിൽ വെച്ചതുകൊണ്ട് മാത്രം കിട്ടിയൊരു കുഞ്ഞാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോവായിരുന്നു പ്രഗ്നൻസി. അപ്പോൾ 3-ാം മാസത്തിൽ സ്കാനിങ്ങിൽ എനിക്കപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു ലോവർ അബ്ഡോമനിൽ. അപ്പോൾ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഒരു ചെറിയ ഫൈബ്രോയിഡ് കാണുന്നുണ്ട്, പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, ബേബിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അമ്മയ്ക്ക് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കേൾക്കുന്നതാണ് നല്ലോണം എക്സസൈസ് ചെയ്യണം, എന്നാലൊക്കെയാണ് നോർമൽ ഡെലിവറി വരുള്ളൂ. അപ്പോൾ എനിക്കൊരു നോർമൽ ഡെലിവറി വേണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് എക്സസൈസ് ചെയ്യാനോ അങ്ങനെ ഒത്തിരി നേരം നിൽക്കാനോ നടക്കാനോ കഴിയില്ല, അമ്മ തന്നെ ഏറ്റെടുത്ത് എനിക്ക് നോർമൽ ഡെലിവറി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ നോർമൽ ഡെലിവറി ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് പ്ലാസെൻ്റൽ ഹോർമോൺ എന്ന് പറഞ്ഞാൽ പാപ്പേ ഹോർമോൺ ലോ ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ ചില കുട്ടികൾ അണ്ടർ വെയ്റ്റ് ആവും, നേരത്തെ ഡെലിവറി നടക്കും, അങ്ങനെയെല്ലാം സംഭവിക്കാം. ചില കുട്ടികൾക്ക് മാത്രമേ എങ്ങനെ ഉണ്ടാവുള്ളൂ ചില പ്രഗ്നൻസിയിൽ. അപ്പോൾ ഡോക്ടർ അങ്ങനെ ഒരു ചെറിയ സംശയം നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എൻ്റെ മോന് 3 കിലോയിൽ കൂടുതൽ വെയിറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മാതാവ് ഞങ്ങൾക്ക് ഈശോയിൽ നിന്നും വാങ്ങി തന്നു. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അടിവയറ്റിൽ ഉടമ്പടി തൈലം രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടൊപ്പം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ തേനൊക്കെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ നാവിലിറ്റിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് വളരെ ഭക്തിപൂർവ്വം നമ്മൾ ഒരു 9 months പോയിരുന്നു. പിന്നെ നമ്മൾ ഞങ്ങളുടെ ഒരു സ്ഥലം വിറ്റ് പോകാൻ, എൻ്റെ അനിയത്തിക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അത്യാവശ്യമായിട്ട് വന്നു. അപ്പോൾ സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷേ അത് വിറ്റ് പോകുന്നില്ലായിരുന്നു. അങ്ങനെ അതും ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് സ്ഥലം വിൽക്കുകയും എൻ്റെ അനിയത്തിക്ക് പുറത്തേക്ക് പോകാനായിട്ട് പെട്ടെന്ന് പറ്റുകയും ചെയ്തു. പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലും രോഗികൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള ഇതുവരെ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആവശ്യക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കും. പിന്നെ എന്നാൽ കഴിയുന്ന വിധം സാമ്പത്തിക സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഒരു ബന്ധമാണ്. വിശ്വാസമുണ്ടായിരുന്നെങ്കിലും നമുക്ക് എന്ത് വന്നാലും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാൻ ഞാൻ ഈ ഉടമ്പടിയിലൂടെ പഠിച്ചു. ഇപ്പോൾ എന്ത് സങ്കടം വന്നാലും എന്ത് സന്തോഷം വന്നാലും അമ്മയുമായി ഷെയർ ചെയ്യാം എന്നൊരു ധൈര്യം ഇപ്പോൾ എനിക്കുണ്ട്. അതാണ് ഉടമ്പടിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങൾക്ക് ഒരു മകനെ തന്നെ നൽകിയതിന് 1000 നന്ദി. പുറപ്പാട് 33:19 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. കർത്താവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരാവുക, ആ ഒരു അവസ്ഥയാണ് ഉടമ്പടി ജീവിതം ആ ഒരു അവസ്ഥയിലേക്കാണ് ഉടമ്പടി ജീവിതം നമ്മെ കൊണ്ട് എത്തിക്കേണ്ടത്. അങ്ങനെ 3 വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചില്ല. പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷനും ഡോക്ടേഴ്സ് പറയുന്നില്ല. എന്നാൽ തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ്
ഈ ദമ്പതികൾ, ഈ മകള് പ്രത്യേകിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. അതിനുശേഷം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ, അതും നോർമൽ ഡെലിവറിയിലൂടെ തന്നെ കുഞ്ഞിനെ ലഭിക്കുന്നതായും, അതിനിടയ്ക്ക് പ്രഗ്നൻസി ടൈമിനൊക്കെ ഓരോ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതുമൊക്കെ വിശുദ്ധ തൈലവും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അതൊക്കെ മാറിപ്പോകുന്നത്, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പിന്നീട് എങ്ങനെ ഈ മക്കൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് നാം കേട്ടത്. അതുപോലെ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുമായിട്ട് ഒരു വ്യക്തിപരമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ ഈ മകൾക്ക് കഴിഞ്ഞു എന്നാണ് പറയുക. നമുക്ക് കിട്ടുന്ന ഫിസിക്കൽ ഫേവേഴ്സ്, അതായത് അത് മക്കളാകാം, ജോലിയാകാം, വിവാഹ തടസ്സങ്ങൾ മാറുന്നതാകാം, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ് ഉടമ്പടിയിലൂടെ. എന്നാൽ എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, അതാണ് ഇവിടെ തിരുവചനങ്ങളും പറയുന്നത്. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. ഈ ഇഷ്ടമുള്ള വ്യക്തിയാകുവാനായിട്ടാണ് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം. അതായത് താൻ അന്ന് വരെ ഉപയോഗിക്കാതെ തനിക്ക് ഉണ്ടായിരുന്ന പല ഡ്രസ്സുകൾ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു ഉടമ്പടി ജീവിതം നയിക്കുന്നത് മൂലമാണ് നമുക്ക് കുറച്ച് ബോധ്യങ്ങൾ വരിക. ഇതൊക്കെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കണം. ആ പങ്കുവയ്ക്കലിൻ്റെ ഒരു മനോഭാവം ഇതൊക്കെ ഈ മകൾക്ക് ലഭിക്കുന്നു. അങ്ങനെ തനിക്ക് എന്തൊക്കെയാണോ തനിക്ക് പുതിയ പുതിയ ബോധ്യങ്ങൾ, ഉൾക്കാഴ്ചകൾ കിട്ടിയത്, അതനുസരിച്ചൊക്കെ താൻ മറ്റുള്ളവരോട് പെരുമാറുവാനും കാരുണ്യം കാണിക്കുവാനും, അവർക്ക് അതുപോലെ കൃപാസന പത്രം അതൊക്കെ ഏറ്റവും തീക്ഷ്ണതയോടുകൂടി കൃപാസന പത്രം പ്രാർത്ഥിച്ചു കൊടുക്കുവാനുമൊക്കെ താൻ സമയം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഇവിടെ കർത്താവിന് ഇഷ്ടമുള്ള വ്യക്തികളാകുവാൻ നാം ഓരോരുത്തരും ഉടമ്പടി എടുത്ത് പരിശ്രമിക്കുകയാണ്. അങ്ങനെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.